നമസ്കാരം. സിനിമാ മേഖലയിലെ തർക്കത്തിന് പ്രതികരണവുമായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ട്രഷററും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ ലിസ്റ്റിൻ സ്റ്റീഫൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത്രയും ദിവസം എന്തുകൊണ്ട് മൗനമായിരുന്നു എന്നതിനുൾപ്പെടെ അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി. സിനിമാ താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്ന അഭിനേതാക്കളിൽ 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പ്രതിഫലം വാങ്ങുന്നവർക്ക് ഘട്ടം ഘട്ടമായി പണം നൽകാമെന്ന ധാരണ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ യോഗത്തിൽ തീരുമാനിച്ചിരുന്നുവെന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ തന്നെ പറഞ്ഞു. ജനറൽ ബോഡി യോഗം ചേരാതെ അതിൽ ഉറപ്പു പറയാൻ സാധിക്കില്ലെന്നാണ് അംഗങ്ങൾ അതിന് മറുപടി നൽകിയതെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു. സിനിമാ താരങ്ങളുടെ പ്രതിഫലത്തിനൊപ്പം സിനിമയിലെ അമിത നികുതി ഭാരവും ചർച്ച ചെയ്തിരുന്നുവെന്ന് പറയുന്നു. അന്നത്തെ യോഗത്തിൽ ആന്റണി പെരുമ്പാവൂർ പങ്കെടുത്തിരുന്നില്ല എന്നും ആ യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനം ഉണ്ടെന്നത് അറിഞ്ഞിരുന്നില്ല എന്നും പറയുന്നുണ്ട്. ആന്റണി പെരുമ്പാവൂരും ജി സുരേഷ് കുമാറും തമ്മിൽ ഒരു മേശയ്ക്ക് ഇരുപുറമായിരുന്നു ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാമായിരുന്നത്. അതിനെയാണ് ഇത്ര വളച്ചൊടിച്ച് ഇതുവരെ എത്തിച്ചത്. ഫേസ്ബുക്ക് പോസ്റ്റ് വേണ്ടിയിരുന്നില്ല. നാളെ സിനിമാ സമരം വന്നാൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നയാളായിരിക്കും ആന്റണി പെരുമ്പാവൂർ. ആന്റണി പെരുമ്പാവൂരുമായി സംസാരിച്ചിരുന്നു. ജനുവരിയിലെ സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടത് സുരേഷ് കുമാർ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല എന്ന് ലിസ്റ്റിൻ പറഞ്ഞു. സമരത്തിനൊപ്പമല്ല താൻ, സമരത്തെ അനുകൂലിക്കുന്ന ഒരാളല്ല താൻ. എന്നാൽ ഒരു സംഘടനയിലെ കൂട്ടായ തീരുമാനമാകുമ്പോൾ 100% ആ തീരുമാനത്തോട് യോജിച്ചു പോകേണ്ടി വരുമെന്ന് പറയുന്നു. എന്നാൽ ജൂൺ മാസത്തിലാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സിനിമാ രംഗത്തെ പണിമുടക്കുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന് പിന്തുണയുമായി നടൻ മോഹൻലാൽ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. പ്രൊഡ്യൂസർ അസോസിയേഷൻ സെക്രട്ടറി ജി സുരേഷ് കുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ആന്റണി പെരുമ്പാവൂരിന്റെ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചാണ് മോഹൻലാൽ പിന്തുണ അറിയിച്ചത്. നമുക്കെന്നും സിനിമയുടെ ഒപ്പം നിൽക്കാം എന്നാണ് മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. മോഹൻലാലിന് പുറമെ പൃഥ്വിരാജ്, ടോവിനോ തോമസ്, ഉണ്ണി മുകുന്ദൻ തുടങ്ങി നിരവധി താരങ്ങളാണ് ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയത്. മലയാള സിനിമയുടെ തകർച്ചയും വക്കിലാണെന്നും പല നിർമ്മാതാക്കളും നാടുവിട്ടു പോകേണ്ട അവസ്ഥയിലാണെന്നുമുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം ജി സുരേഷ് കുമാർ പറഞ്ഞുകൊണ്ടുവന്നത്. മലയാള സിനിമയ്ക്ക് തന്നെ താങ്ങാനാവുന്നതിന്റെ 10 ഇരട്ടിയാണ് താരങ്ങൾ പ്രതിഫലമായി വാങ്ങുന്നതെന്നും ഒരു പ്രതിബദ്ധതയും ഈ മേഖലയ്ക്ക് അവർക്കില്ല എന്നും സുരേഷ് കുമാർ പറഞ്ഞിരുന്നു. തിയേറ്ററുകൾ അടച്ചിടുകയും സിനിമകൾ നിർത്തിവെക്കുകയും ചെയ്യുമെന്ന വ്യക്തികൾ തീരുമാനമെടുക്കുന്ന ഒരു രാജ്യത്തല്ല നമ്മൾ ആരും സംഘടനാപരമായി നിൽക്കുകയെന്നും അത് സംഘടനയായി കൂട്ടമായി ആലോചിച്ച് മാത്രമേ തീരുമാനിക്കേണ്ടതായും പ്രഖ്യാപിക്കേണ്ടതായുമായ കാര്യങ്ങളാണെന്നും കൂട്ടിച്ചേർത്തു. അതല്ല മറ്റെന്തെങ്കിലും സംഘടനകളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ ലഭിച്ച ആധികാരികമില്ലാത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇതൊക്കെ പറഞ്ഞതെങ്കിലും സത്യം തിരിച്ചറിയാനും തിരുത്തി പറയാനും ഒക്കെയുള്ള ആർജവം, ഉത്തരവാദിത്വവും പക്വതയും അദ്ദേഹത്തെ പോലൊരാൾ കാണിക്കണമെന്നുമായിരുന്നു സുരേഷ് കുമാറിനെതിരെയുള്ള പ്രതികരണമെന്ന രൂപത്തിൽ ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്കിൽ കുറിച്ചു. ആന്റണി പെരുമ്പാവൂരിന്റെ വിമർശനത്തിന് മറുപടിയായി സുരേഷ് കുമാർ ആന്റണി സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ സിനിമ നിർമ്മിച്ചയാളാണ് താനെന്നും അപ്പുറത്ത് നിൽക്കുന്നത് മോഹൻലാൽ ആയതുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങൾക്ക് താൻ വരുന്നില്ല എന്നും പറയുകയുണ്ടായി.